തുടക്കത്തിൽ തന്നെ ഒരു പെൺകുട്ടി വളരെ വിയേർഡായിട്ട് ചുമരിൽ കുറച്ച് നമ്പേഴ്സ് എഴുതിയേക്കുന്നു. അത് വെറും ഒരു നമ്പർ മാത്രമല്ല, അതൊരു ഡേറ്റ് ആണ്. പിന്നെ നേരെ ഫ്രണ്ടിൽ ഒരു വീഡിയോ റെക്കോർഡ് ആകുന്നുണ്ട്. അത് സാധാരണ ക്യാമറ ആപ്പല്ല, അത് മറ്റൊരു ആപ്പാണ്. അങ്ങനെ അതിലോട്ട് നോക്കി നമ്മളോടാണ് പറയുന്നത്, ആ പട്ടി എന്നോട് ഈ കാര്യം പറഞ്ഞു, നിനക്ക് എന്താഗ്രഹമുണ്ടെങ്കിലും ഈ ആപ്പിനോട് പറഞ്ഞാൽ മതിയെന്ന്. ഞാൻ ആദ്യം അത് വിശ്വസിച്ചില്ലെങ്കിലും പിന്നെ ആ സത്യം ഞാൻ മനസ്സിലാക്കി. നിങ്ങളുടെ എന്താഗ്രഹവും ഈ ആപ്പ് സാധിച്ചു തരും. ഇനി അവസാനമായി എൻ്റെ ആഗ്രഹം, നിങ്ങളെല്ലാവരും മരിക്കാൻ വേണ്ടി. എന്നിട്ടൊന്നും നോക്കാതെ കഴുത്തറുത്ത് മരിക്കുകയാണ്. എന്താണെന്നോ എന്തിനാണെന്നോ ഒന്നും തന്നെ നമുക്ക് മനസ്സിലാകുന്നില്ല. ഹലോ ഗൈസ്, കഴിഞ്ഞ മാസം നെറ്റ്ഫ്ലിക്സിൽ റിലീസായ ഒരു കിഡിലെ ഹൊറർ സീരീസ് ആണ് ഇഫ് വിഷസ് കുഡ് കിൽ. നിങ്ങൾ യൂട്യൂബിൽ ഇതിന്റെ റിവ്യൂ എടുത്ത് നോക്കിയാൽ കാണാം, നല്ല രീതിക്ക് തന്നെ പേടിക്കുന്ന ഒരു സീരീസ് ആണ് ഇത്. സോ ലെറ്റ്സ് വെൽക്കം എപ്പിസോഡ് 1. പിന്നെ ഇതുപോലെ വരുന്ന എപ്പിസോഡ് കാണാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സോ അധികം വൈകിപ്പിക്കാതെ നമുക്ക് നേരെ ഇന്നത്തെ എപ്പിസോഡ് എടുക്കാം. തുടക്കത്തിൽ തന്നെ കാണിക്കുന്ന ഇവളുടെ പേരാണ് ജിയോൻ ഹു. കഥയിലെ മെയിൻ നായികയായിട്ട് വരും. ഇവളാവട്ടെ രാവിലെ തന്നെ എഴുന്നേറ്റ് വർക്കൗട്ട് ചെയ്യുക മാത്രമല്ല അന്നത്തെ ഭക്ഷണം കൂടി ഉണ്ടാക്കുന്നുണ്ട്. എന്നിട്ടൊരു മെസ്സേജും കൂടി കാണിക്കുന്നുണ്ട്, ഞാൻ ആശുപത്രിയിലോട്ട് പോവാണ്, കാർഡ് ഞാൻ അവിടെ വെച്ചിട്ടുണ്ട് എന്ന്. ചിലപ്പോ മേ ബി അച്ഛനോ അല്ലെ അമ്മയോ ആയിരിക്കാം. എന്നിട്ട് വേറൊരാൾക്ക് മെസ്സേജ് അയക്കുന്നുണ്ട്, അവനാണ് ഈ സീരീസിലെ ഹീറോ. എന്നിട്ട് അവളെ മെസ്സേജ് അയക്കുകയാണ്, നീ ഉറങ്ങിയോ എന്ന്. അപ്പൊ അവനായിട്ട് റിപ്ലൈ എന്നോളം ഇല്ല എന്ന് പറഞ്ഞിട്ട് അവള് പറയുന്നു, നീ വന്നില്ലെങ്കിലും ഞാൻ പോകും എന്ന് പറയുന്നു. ആ മെസ്സേജ് കേട്ട പാട് നമ്മളെ നായകൻ ഇറങ്ങി ഓടുക. അവന്റെ പേരാണ് കൻഹ. അങ്ങനെ ഓടി അവസാനം ജിയോൻഹുവിന്റെ അടുത്തെത്താണ്. ജിയോൻഹു ആയിട്ട് ഒന്നും നോക്കാതെ നമ്മുടെ കൻഹ പറയാൻ തുടങ്ങി, ഓ നീയോ. അപ്പൊ ഇത് കേട്ട് ജിയോൻഹു ഇഷ്ടായില്ലേ, എന്നാ വേണ്ട. അപ്പൊ നമ്മുടെ നായകനായിട്ട് വിടുന്നില്ല, ഒന്നും കൂടി വേണമെന്നിട്ട് കെഞ്ചാണ്. അപ്പൊ ആ സമയമാണ് അടുത്തുള്ള ഫ്ലാറ്റിൽ അപ്പൂപ്പൻ വരുന്നത്. അപ്പൂപ്പനായിട്ട് ഇത് കണ്ടിട്ട് ഒന്നും മനസ്സിലാതെ അവിടെ നിൽക്കുകയാണ്. അങ്ങനെ സീൻ കട്ടായി കാണിക്കുന്നത് ഇവളെയാണ്. ഇവളുടെ പേരാണ് നാരി. ആള് രാവിലെ തന്നെ എങ്ങനെ പ്രപ്പോസ് ചെയ്യാന്നുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ സമയമാണ് കാറിൽ ഓപ്പോസിറ്റ് സൈഡിൽ കൻഹായും ജിയോൻഹുവും നടന്നു പോകുന്നത്. അതിൽ കൻഹാനെ കണ്ടപാടെ നാരി കാറിൽ നിന്ന് ഇറങ്ങി ഓടുന്നു. അപ്പോൾ തന്നെ നമുക്ക് കാര്യം മനസ്സിലാവും, നാരിക്ക് കൻഹായോട് എന്തോ ഉണ്ട് എന്ന്. അങ്ങനെ അവരുടെ കൂടെ പോവുകയാണ്. കൻഹാന്റെ കൂടെ ജിയോൻഹു എപ്പോഴും നടക്കുന്നത് നാരിക്കൊട്ടും ഇഷ്ടമല്ല. പക്ഷെ അത് പുറത്ത് പ്രകടിപ്പിക്കാൻ പറ്റില്ലല്ലോ, ഫ്രണ്ട്സ് അല്ലേ. അങ്ങനെ നാരി കൻഹാനോട് മര്യാദ സംസാരിക്കുന്ന സമയത്താണ് ബാക്കിൽ നിന്ന് ഒരുത്തം വന്ന് തള്ളിയിടാൻ മീൻസ് തട്ടി മാറ്റി. ആ എന്തൊക്കെ ആഗ്രഹിച്ച് വന്നതാണോ എന്തോ. ഈ തട്ടി മാറ്റി കയറി ഇവന്റെ പേരാണ് ചോയ്. ഇവനാവട്ടെ വന്ന പാട് കൻഹാനെയും ജിയോൻഹുവിനെയും നോക്കിയിട്ട് പറയാൻ തുടങ്ങി, നിങ്ങളെ രണ്ടുപേരെയും ഞാൻ മിഡിൽ സ്കൂൾ മുതൽ കാണാൻ തുടങ്ങിയതാണ്, എന്തുകൊണ്ടാണ് ഈ ഡേറ്റ് രണ്ടാൾ ഒരുമിച്ച് നടക്കുന്നത്, നിങ്ങൾ വല്ല ഡേറ്റിംഗും ചെയ്യുന്നുണ്ടോ. അപ്പൊ ജിയോൻഹു പറയാൻ തുടങ്ങി, ഹേയ് അങ്ങനെ ഒന്നുമില്ല, ഞങ്ങൾ രണ്ടുപേരും ഒരേ അപ്പാർട്ട്മെന്റ് ആയതുകൊണ്ടാണ് ഒരുമിച്ച് നടക്കുന്നത്. ഹേയ് അതൊന്നുമല്ല, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ രണ്ടുപേരും ഒരേ ക്ലാസ്സിലല്ലേ, എന്നിട്ട് അന്നൊന്നും കാണിക്കാത്തത് ഇപ്പോ കാണിക്കുന്നു, എന്തോ കാര്യമുണ്ട് മനസ്സിലായി, ശരിയല്ല നാരി എന്ന് നാരിനോട് ചോദിക്കുന്നു. അപ്പൊ നാരി ആവട്ടെ, നിന്നെ എനിക്ക് ഇപ്പം പഠിക്കുന്ന ക്ലാസ് മുതൽ അറിയാം, നീ ഇതുവരെ കാണിക്കാത്ത പോലെ എന്താ ഇത്രക്കും ഭയങ്കര എനർജി ആയിട്ട് പറയുന്നതെന്ന് ചോദിക്കുന്നു. അപ്പണ്ടാ അവളോട് ചോദിക്കുന്നു, സത്യം പറയാൻ നിനക്ക് ജിയോൻഹുവിനോട് വല്ല പ്രേമം വല്ലതുണ്ടോ. അപ്പം നമ്മുടെ നാരി ആവട്ടെ തമാശ രീതിയിൽ അതേ എന്ന് പറയുന്നു. എന്നിട്ട് പിന്നെയും പറയാൻ തുടങ്ങി, എന്നെങ്കിലും ഈ വിഡ്ഢിത്തരം പറയുന്നത് നിർത്താൻ വേണ്ടി പറയുന്നു. അപ്പൊ നമ്മളുടെ ചോയ് പിന്നെയും പറയാൻ തുടങ്ങി, എനിക്കറിയായിരുന്നു, ഇത് വളരെ അപ്രതീക്ഷിതമായി പോയി. എന്നിട്ട് പിന്നെയും ചോയ് പറയാൻ തുടങ്ങി, എന്നാ എനിക്ക് നിന്നെ ഇഷ്ടമാണ്, എന്റെ കൂടെ പോരുന്നെന്ന് ചോദിക്കും. അപ്പൊ നമ്മുടെ ഞാര് പറയാൻ തുടങ്ങി, നിനക്ക് വല്ല മരിക്കാൻ വല്ല താല്പര്യം ഉണ്ടോ എന്ന്. എന്നിട്ട് ദേഷ്യം പിടിച്ച് ചോയിനെയും തട്ടിമാറ്റി, എന്തൊരു അടിപൊളി ദിവസമായിരുന്നു, തുടക്കം തന്നെ നശിപ്പിച്ചു എന്ന് പറഞ്ഞു പോകും. ഞാര് പോയി കഴിഞ്ഞതിന് ശേഷം ചോയുടെ കഴുത്തിൽ കയറി പിടിച്ചിട്ട് ആന വലിച്ചു കൊണ്ടുപോകാണ്. പോകുന്ന സമയത്ത് ഇതൊന്നും കാര്യമാക്കണ്ടെന്ന് പറയുന്നുണ്ട്. പിന്നെ സീൻ കട്ടായി കാണിക്കുന്നത് ക്ലാസ് ആണ്. അതായത് ഇവര് 4 പേരും പഠിക്കുന്ന ക്ലാസ്. നേരത്തെ തെറ്റിപ്പോയ ഞാരാവട്ടെ ദേഷ്യം പിടിച്ച് ക്ലാസ്സിലെ വാതിലൊക്കെ തല്ലി പൊളിച്ചാണ് കയറി വരുന്നത്. ഈ സമയമാണ് നമ്മുടെ ജിയോൻഹു കയറി വരുന്നത്. അപ്പോൾ ആൾക്ക് വേറൊരുത്തിന് ഹായ് കൊടുക്കുന്നുണ്ട്. അവന്റെ പേരാണ് ഹാജൂൺ. അവന്റെ അടുത്താവട്ടെ ചോയ് വന്നിട്ട് അവന്റെ ലാപ്ടോപ്പ് കൊടുക്കുന്നുണ്ട്, പറ്റാണെങ്കിൽ ഇതൊന്ന് നന്നാക്കി തരാൻ പറയുന്നുണ്ട്. ആദ്യം അവൻ ഒഴിഞ്ഞു മാറിയെങ്കിലും പിന്നെ ചോയ് എങ്ങനെയൊക്കെ കൺവിൻസ് ചെയ്ത് കയ്യിൽ കൊടുക്കും. എന്നിട്ട് അവൻ പറയാൻ തുടങ്ങി, നിനക്ക് വേറൊരു സംഭവം ഞാൻ പറഞ്ഞു തരാം. അതായത് നമ്മുടെ കൻഹായും അതിന് ബാക്കി വേറൊരാളെ പേര് പറയാൻ വന്ന സമയത്ത് പെട്ടെന്ന് ക്ലാസ് ടീച്ചർ കയറിയിരുന്നു. വന്നപാടെ ക്ലാസ് ടീച്ചർ പറയാൻ തുടങ്ങി, അതായത് ഒരു കണക്ക് പരീക്ഷ അങ്ങനെ എന്തോ ഒരു സംഭവമാണ്, അതിൽ ഫസ്റ്റ് കിട്ടിയതായിട്ട് ഒരാൾ പറയുന്നു. അവന്റെ പേരാണ് കൻഹാജൂൺ. ആരാന്ന് മനസ്സിലായില്ലേ. ഇതേ സമയം നമ്മുടെ ചോയ് ആണ് തല താത്തുന്നുണ്ട്, എന്താ സംഭവം നമുക്ക് മനസ്സിലാവുന്നില്ല. സാർ പിന്നെയും പറയാൻ തുടങ്ങി, ഫസ്റ്റ് പ്രൈസ് ഒരാൾക്ക് മാത്രമല്ല രണ്ടാമത് ഒരാൾക്കും കൂടി ഉണ്ട്. പെട്ടെന്ന് റോയ് എല്ലാരും ഞെട്ടിച്ചുകൊണ്ട് ചോയുടെ പേര് പറയുന്നു. ക്ലാസ്സിലെ ഒരു കുട്ടിക്ക് പോലും വിശ്വസിക്കാൻ പറ്റില്ല, എന്തിന് സാറിന് പോലും വിശ്വസിക്കാൻ കഴിഞ്ഞിട്ടില്ല. അങ്ങനെ എല്ലാവരും കൈയടിച്ച് അവൻ അവന്റെ സീറ്റിൽ ഇരിക്കുകയാണ്. ആ സമയത്താണ് അവന്റെ ഫോണിൽ ഒരു നോട്ടിഫിക്കേഷൻ വരുന്നത്. നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്ന ഒരു ഗിരോ എന്ന് പറയുന്ന ആപ്പിൽ നിന്നാണ്. അതിൽ പറയുന്നത്, കൺഗ്രാറ്റ്സ്, നിങ്ങളുടെ ആഗ്രഹം സാധിച്ചിരിക്കുന്നു എന്നാണ്. അവൻക്കാവട്ടെ ഒന്നും തന്നെ മനസ്സിലാവുന്നില്ല. അവൻ ചുറ്റും നോക്കുന്നുണ്ട്, ആരെയും അവനെ നിരീക്ഷിക്കുന്ന പോലും ഇല്ല. എന്നിട്ട് ഇന്റർവെല്ലിന്റെ സമയത്ത്
സമയത്ത് അവനെ പിടിച്ചിരുത്തി എല്ലാരും ചോദിക്കാണ് എന്താണ് സംഭവം എന്ന്. കാര്യം ഒരു അക്ഷരം പോലും പഠിക്കാത്തവൻ എങ്ങനെ ക്ലാസ്സിൽ ടോപ്പറായി. എന്നിട്ട് അപ്പൊ അവൻ പറയാൻ തുടങ്ങി ഞാൻ എന്റെ രഹസ്യത്തിന്റെ സത്യം ഞാൻ ഇന്നാണ് മനസ്സിലാക്കുന്നത് എന്ന്. എന്നിട്ട് ചുറ്റും നോക്കി അവൻ കാര്യം പറയാൻ തുടങ്ങി. എന്റെ രഹസ്യത്തിന്റെ സത്യം ഗിരോ എന്ന് പറയുന്ന ആപ്പാണ്. അപ്പണ്ടാ ഞാറ് എല്ലാവരും പുല്ലി ഇതെന്തോ ഫേക്കാണ് എന്നൊക്കെ പറയുന്നു. ഇത് കേട്ടപാട് ഒരു മണ്ടത്തര പറ്റ അവനെ കുറെ പറയുന്നുണ്ട്. ഈ സമയം കൻഹ അവന്റെ ഫോൺ എടുത്തിട്ട് ആപ്പ് സ്റ്റോറിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കുന്നുണ്ട്. ആ സമയം നമ്മുടെ ചോയ് ആവട്ടെ പറയുന്നുണ്ട് ആപ്പ് സ്റ്റോറിൽ ഒന്ന് സെർച്ച് ചെയ്തിട്ട് കിട്ടാൻ മുന്നില്ല ഞാൻ ഒരു ലിങ്ക് അയച്ചരാ ആ ലിങ്ക് വഴി കേട്ട് ഡൗൺലോഡ് ആക്കിയാലാണ് കിട്ടത്തുള്ളൂ എന്ന്. നമ്മുടെ കൻഹ ആവട്ടെ ലിങ്ക് കിട്ടിയ പാടി കയറ്റി ഡൗൺലോഡ് ആക്കാണ്. ആ സമയം നമ്മുടെ ജിയോൻഹു പറയുന്നുണ്ട് അത് വല്ല ഹാക്ക് വല്ലതായിരിക്കും വേണ്ടാത്ത പണിക്ക് നിൽക്കണ്ട എന്ന്. അപ്പൊ നമ്മുടെ കൻഹ പറയാൻ തുടങ്ങി ചോയ് എന്ന് പറയുന്ന ക്ലാസ്സിൽ ടോപ്പർ ആയെങ്കിൽ ഇത് ചിലപ്പോൾ സാധിച്ചേക്കാം എന്നൊക്കെ പറയും. എന്നിട്ട് കൻഹ ആപ്പ് ഓപ്പൺ ആക്കിയ സമയത്ത് ഒരു ക്യാമറ ഓൺ ആവാണ്. എന്നിട്ട് ആ കാര്യം ചോയിനോട് ചോദിക്കുന്നുണ്ട് എന്താണ് ഈ ക്യാമറ ഓൺ ആക്കുന്നത് എന്താ ചെയ്യേണ്ടത് എന്ന് ചോദിക്കുന്നു. അപ്പൊ നമ്മുടെ ചോയ് പറയാൻ തുടങ്ങി നിങ്ങളുടെ ജനന തീയതി എപ്പോഴും പേപ്പറിലോ ബാക്കിലോ എഴുതിയിട്ട് വെക്കണമെന്ന്. എന്നിട്ട് നിങ്ങളുടെ ആഗ്രഹം ഈ റെക്കോർഡ് ബട്ടൺ അമർത്തി പറയണമെന്ന് പറയുന്നു. അപ്പോ തീർച്ചയായിട്ടും പിറ്റേ ദിവസം നിങ്ങൾക്ക് നിങ്ങളുടെ ആഗ്രഹം സാധിക്കുമെന്ന് പറയുന്നു. കൻഹ അല്ലാതെ ചുറ്റിയുള്ള ആരും ഈ കാര്യം വിശ്വസിച്ചില്ല. അപ്പോൾ നമ്മുടെ ചോയ് തെളിവിനായിട്ട് ഒരു വീഡിയോ എടുത്ത് കാണിക്കുന്നു. അതായത് ഇന്നലെ വിഷ് പറഞ്ഞ ആ വീഡിയോ. അത് കണ്ടപ്പോൾ ചുറ്റുള്ളവർക്ക് ചെറുതായി ഒക്കെ വിശ്വാസം വരുന്നുണ്ട്. എന്നാലും മുഴുവനായിട്ടില്ല. കൻഹക്ക് നല്ല വിശ്വാസം വരുന്നുണ്ട്. കാരണം അവന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണ് ചോയ്. ആ വീഡിയോ കണ്ടപ്പോൾ തന്നെ എല്ലാവരും ചിരിച്ചിട്ട് അവിടെ നിന്ന് പോകുന്നുണ്ട്. ആ സമയം നമ്മുടെ ജിയോൻഹു ഇങ്ങനത്തെ ആവശ്യമില്ലാത്ത കാര്യത്തിലൊന്നും തലയിടയില്ല എന്നൊക്കെ പറയുന്നുണ്ട്. ആ സമയം നമ്മുടെ ചോയ് വിശ്വാസം വരുത്താൻ വേണ്ടിയിട്ട് വന്ന മെസ്സേജ് കാണിച്ചു കൊടുക്കുന്നു. അതായത് നിങ്ങളുടെ ആഗ്രഹം സാധിച്ചിരിക്കുന്നു എന്നത്. ആ മെസ്സേജിലോട്ട് ചോയ് ഞെക്കിയതും ഒരു കൗണ്ട് ഡൗൺ ആണ് കാണിക്കുന്നത്. അതാവട്ടെ കറക്റ്റ് 24 മണിക്കൂറും ഉണ്ട്. ഇത് കണ്ടിട്ട് ചോയ്ക്കാവട്ടെ ഒന്നും തന്നെ മനസ്സിലാകുന്നില്ല. പിന്നെ സീൻ കട്ടായി കാണിക്കുന്ന സ്കൂളാണ്. സ്കൂളിലാവട്ടെ ഇന്റർവെല്ലാണ്. ഈ സമയം ഞാറ് കൈ കഴിയുന്ന സമയത്ത് നമ്മുടെ ജിയോൻഹു കയറി വരികയാണ്. ഈ സമയം നമ്മുടെ ജിയോൻഹു ചോദിക്കുന്നുണ്ട് നിനക്കെന്താ ചോയോട് ഇത്ര വെറുപ്പ് എന്ന് ചോദിക്കുന്നു. നമ്മുടെ ഞാറാവട്ടെ കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. അവന്റെ ശ്വാസം പോലും ഇഷ്ടമില്ല എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ ജിയോൻഹു ചോദിക്കുന്നുണ്ട് അത്രക്ക് മോശമാണോ എന്ന്. പിന്നെയും ഞാൻ പറയാൻ തുടങ്ങി അവന്റെ ഒരു ലൊക്കടാച്ചി ആപ്പ് കുറച്ച് ആഗ്രഹം നടത്തി എന്ന് പറഞ്ഞ ആപ്പാണെന്നൊക്കെ പറഞ്ഞിട്ട് നടക്കുന്നു. എന്നിട്ട് നമ്മുടെ കൻഹ ആപ്പ് ഡൗൺലോഡ് ചെയ്ത കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പുറത്തിറങ്ങുന്ന സമയത്ത് നമ്മുടെ ജിയോൻഹു പറയാൻ തുടങ്ങി അവന്റെ ബർത്ത്ഡേക്ക് നീ വല്ല ഗിഫ്റ്റ് വല്ലതും വാങ്ങിയോ എന്ന്. സോറി ഗൈസ് പേരിൽ ചെറിയൊരു കൺഫ്യൂഷൻ ഉണ്ട്. ഇതുവരെ ഞാൻ പേരിൽ കൻഹ എന്ന് പറയുന്നത് ഇവനായിരുന്നു. ശരിക്കും സീരിയസ്ലി ഈ പേരിൽ തമ്മിൽ കുറച്ച് കൺഫ്യൂഷൻ ഉണ്ട്. ഈ പേര് നമുക്ക് ജിയോൻഹുവിനെ വിളിക്കാം, ജിയോൻഹുവിന്റെ പേര് നമുക്ക് കൻഹാനെ വിളിക്കാം. അതാണ് കുറച്ചും കൂടി മാച്ച് ആവുന്നത്. ഈ കാര്യത്തിൽ കൺഫ്യൂഷൻ ഇല്ല എന്ന് തോന്നുന്നു. ഇവന്റെ പേരാണ് ജിയോൻഹു, ഇവളുടെ പേരാണ് കൻഹ. ഓക്കെ, അങ്ങനെ അവർ രണ്ടുപേരും സമ്മാനത്തിനെ കുറിച്ച് അങ്ങോട്ടും ഇങ്ങോട്ട് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ അവർ സംസാരിച്ച് സ്റ്റെപ്പ് ഇറങ്ങുന്ന സമയത്ത് അപ്രതീക്ഷിതമായിട്ട് ചോയിനെ അവനെ കണ്ടപാടി ഇവർ രണ്ടുപേരും പേടിക്കുന്നുണ്ട്. കാര്യം അവന്റെ ബർത്ത്ഡേ ഗിഫ്റ്റിനെ കുറിച്ചാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. ഇവരായിട്ട് ഒരുമാതിരി പേടിച്ച രീതിയിൽ അപ്രതീക്ഷിതമായ രീതിയിൽ അങ്ങനത്തെ ഒരു ഭാവ രീതിയിൽ നിൽക്കുന്നു. ഇത് കണ്ട് ചോയ്ക്കൊന്നും മനസ്സിലാകുന്നില്ല. അപ്പൊ നമ്മുടെ ചോദിക്കാൻ തുടങ്ങി എന്തുകൊണ്ട് നിങ്ങൾ സംസാരിക്കാൻ നിർത്തിയത് എന്തേ ഞാനത് കേൾക്കാൻ പാടില്ല. അതായത് കാര്യം എന്താന്ന് വെച്ചാൽ അവിടെ എത്തുന്നവരെ ഞാൻ അവനെ കുറിച്ച് കുറ്റമായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. അത് അവന് കേൾക്കാൻ പാടില്ല. മാത്രമല്ല ഇവരെ ബർത്ത്ഡേ സർപ്രൈസ് പൊളിയോ എന്നുള്ള രീതിയിലുള്ള പേടിയും കൂടിയുണ്ട്. അങ്ങനെ അവൾ നൈസായിട്ട് പറയാൻ തുടങ്ങി ഞങ്ങൾ ഇത്രയും നേരം നിന്റെ സമ്മാനത്തിനെ കുറിച്ചായിരുന്നു സംസാരിച്ചു കൊണ്ടിരുന്നത്. അത് ഇപ്പോൾ തന്നെ നിനക്ക് കേട്ട് കഴിഞ്ഞാൽ നിനക്കൊരു ത്രില്ല് തോന്നില്ല, അതുകൊണ്ടാണ് ഇത് കേട്ട ചോയ്ക്കാവട്ടെ സന്തോഷമാകുന്നു. അപ്പോൾ നമ്മുടെ ചോയ് പറയാൻ തുടങ്ങി അതുകൊണ്ട് കുഴപ്പമില്ല നിങ്ങളൊന്ന് കൊണ്ടുവരണ്ട എന്ന്, നിങ്ങൾ വന്നാൽ മതി എന്ന് പറയുന്നു. അങ്ങനെ ഞാറി നമ്മുടെ കൻഹാനോട് നമ്മൾ എക്സസൈസിന് നേരം വൈകുക എന്ന് പറഞ്ഞിട്ട് അവളെയും കൂട്ടിക്കൊണ്ട് പോകുന്നു. അങ്ങനെ സീൻ കെട്ടായി കാണിക്കുന്നത് ക്ലാസ് റൂമാണ്. ക്ലാസ് റൂമിൽ സാറ് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഈ സമയം നമ്മുടെ ഞാറിനെ നോക്കുകയാണെങ്കിൽ ഞാറി ആവട്ടെ ജിയോൻഹുവിനെ നോക്കിയിട്ട് വെള്ളം ഇറക്കിക്കൊണ്ടിരിക്കുക. ആ കാര്യം നമ്മുടെ കൻഹക്ക് ഒട്ടും തന്നെ പിടിക്കുന്നില്ല. ഈ സമയം നമ്മുടെ ജിയോൻഹു നോക്കുന്നത് നമ്മുടെ കൻഹാനെ. അങ്ങനെ പിന്നെ സീൻ കെട്ടായി കാണിക്കുന്നത് നമ്മുടെ കൻഹാൻ തന്നെയാണ്. അവളാവട്ടെ സ്പോർട്സിനായിട്ട് ലോങ് ജമ്പിന്റെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവിടെ തന്നെ നമ്മുടെ ജിയോൻഹുവും ഉണ്ട്. അങ്ങനെ നമ്മുടെ ജിയോൻഹുക്ക് ചാടാനുള്ള അവസരം വന്നിരിക്കുകയാണ്. അവനാവട്ടെ ഈ കാര്യത്തിൽ അവരുടെ സ്പോർട്സ് ടീച്ചർ നല്ല രീതിക്ക് വഴക്ക് പറയുന്നുണ്ട്. അങ്ങനെ പിന്നെ സീൻ ആയിട്ടായി കാണിക്കുന്നത് നൈറ്റ് ആണ്. നൈറ്റ് ലാബില് ഇവര് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്തോ വലിയ കാര്യമാണ്. ഇതേ സമയം നമ്മുടെ ചോയ് ആണെങ്കിൽ ക്ലാസ് കേൾക്കുന്ന ഇടയിൽ ദേഷ്യം പിടിച്ച് ബുക്കൊക്കെ കുത്തി വരും. കേട്ടുകൊണ്ടിരിക്കുന്ന ഹെഡ്സെറ്റ് ഒക്കെ മാറ്റിയിട്ട് ഒരു ഗുളി കുടിക്കുന്നുണ്ട്. അത് കുടിച്ചതിന് ശേഷം പിന്നെയും അതേ ഗുളിക പിന്നെയും അവൻ കുടിക്കും. ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ ഹാൻജോയും കൂടി ശ്രദ്ധിക്കുന്നുണ്ട്. പിന്നെ സീൻ കെട്ടായി കാണിക്കുന്നത് നമ്മുടെ കൻഹാനെയാണ്. കൻഹ അവിടെ മെഡിക്കൽ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയമാണ് അവരുടെ കോച്ച് പറയുന്നത് എന്നെ നാഷണൽ ടീമിൽ നിന്ന് വിളിച്ചിരുന്നു എന്ന്. ഇത് കേട്ട കൻഹ അത്ഭുതപ്പെടുന്നു. ഇത് കേട്ട് നമുക്കൊന്നും മനസ്സിലാകുന്നില്ലല്ലോ എന്താ സംഭവിച്ചതെന്ന് ഞാൻ പറഞ്ഞു. അതായത് ഇവള് ലോങ് ജമ്പിൽ നല്ല രീതിയിൽ കഴിവുള്ളവളാണ്. അങ്ങനെ ഇവൾക്ക് മത്സരത്തിൽ നിന്നും സെലക്ഷൻ കിട്ടിയിരിക്കുകയാണ്, അതായത് ഒരു നാഷണൽ ടീമിലോട്ട്. അങ്ങനെ നമ്മുടെ കോച്ച് പറയാൻ തുടങ്ങി ഇനി നിനക്ക് സാധാരണ വ്യായാമങ്ങളൊന്നും പോരാ, കുറച്ച് പ്രത്യേക വ്യായാമങ്ങളൊക്കെ ഉണ്ട്. എല്ലാ വീക്കെൻഡിലും നിനക്ക് വ്യായാമങ്ങളും പ്രാക്ടീസസ് ഒക്കെ ഉണ്ടായിരിക്കും, നീ എന്തായാലും വരണം എന്ന് പറയും. ഇതൊക്കെ കേട്ടിട്ട് നമ്മുടെ കൻഹ ആവട്ടെ നേരെ പോയിട്ട് കോച്ചിനെ കെട്ടി. ഇതേ സമയം സീൻ കെട്ടായി കാണിക്കുന്നത് നമ്മുടെ ചോയിനെയാണ്. അവൻ ഇങ്ങനെ ക്ലാസ്സിലിരിക്കുന്ന സമയത്ത് ഫോണിലിട്ടൊരു കോൾ. ആ കോൾ ആരുതാ എന്ന് നോക്കിയാൽ നമ്മുടെ കൻഹാന്റെയാണ്. അവൻ ക്ലാസ്സിൽ നിന്ന് പുറത്തു പോയി നൈസായി ഹലോ എന്നൊക്കെ പറയും. കോളിൽ നിന്ന് റെസ്പോണ്ട് ഒന്നുമില്ല. പെട്ടെന്നുണ്ടാ
അത് മറ്റൊന്നുമല്ല, ഒരു പൂച്ചയായിരുന്നു. പെട്ടെന്നുണ്ടോ അവന്റെ ഫോണിൽ ഏതോ ലേഡി ചിരിച്ചുകൊണ്ട് പറയാൻ തുടങ്ങി, നിങ്ങൾ പരാജിതനായിട്ട് നിങ്ങളുടെ ജന്മദിനത്തിലോട്ട് പോകാൻ പോകുകയാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് രണ്ടുപേര് ഇവനെ കുറ്റം പറയുന്നതായിട്ടാണ് ഇവനക്ക് കേൾക്കാൻ സാധിക്കുന്നത്. അതായത് ഇവൻ വെറും വെറുപ്പിക്കലാണ്, അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറ്റും. അവനെ നല്ല രീതിക്ക് വെറുപ്പിക്കുന്ന രീതിയിലുള്ള കോളാണ്. എന്താ സംഭവം എന്ന് നമുക്ക് ആർക്കും മനസ്സിലാകത്തില്ല. പെട്ടെന്ന് അവൻ ദേഷ്യം പിടിച്ച് കോള് കട്ട് ചെയ്യുന്നു. എന്നിട്ട് അവൻ നേരെ ആ നമ്പറിലോട്ട് തന്നെ പിന്നെയും വിളിക്കുന്നു. അങ്ങനെ സീങ്ങട്ടായി കാണിക്കുന്നത് നമ്മുടെ കൻഹാനെയാണ്. കൻഹ ആവട്ടെ ജിയോൻവുവിന്റെ അടുത്ത് അവള് നാഷണൽ ടീമിൽ എത്തിയ കാര്യം പറയാനുള്ള കാര്യം ജസ്റ്റ് ഒന്ന് പ്രാക്ടീസ് ചെയ്യുന്ന പോലെയൊക്കെ കാണിക്കാണ്. പിന്നെ സീങ്ങട്ടായി കാണിക്കുന്നത് അന്നത്തെ നൈറ്റ് ക്ലാസ് കഴിഞ്ഞിട്ട് എല്ലാവരും വീട്ടിലോട്ട് പോകുന്നതായിട്ടാണ്. ആ സമയത്താണ് ഹാൻജു ശ്രദ്ധിക്കുന്നത് ചോയ് ഇതുവരെ ക്ലാസ്സിലോട്ട് പോലും കയറിയിട്ടില്ല, അവന്റെ കുളിക്കും കാര്യങ്ങളൊക്കെ ഇവൻ ശ്രദ്ധിക്കുന്നുണ്ട്. അങ്ങനെ അവൻ ക്ലാസ്സിൽ നിന്ന് പുറത്തിറങ്ങുന്ന സമയത്ത് ചോയിനെ കാണുന്നുണ്ട്. അവനാവട്ടെ ആകെ വിഷമിച്ച് കണ്ണെന്നൊക്കെ വെള്ളം ഒലിപ്പിച്ചാണ് നടന്നു പോകുന്നത്. ഹാൻജു ആയിട്ട് എന്തെങ്കിലും പേഴ്സണൽ പ്രോബ്ലം ഉണ്ടാവും വെച്ചിട്ട് അവനത് മെയിൻറ്റെയിൻ ചെയ്യാതെ പോകുന്നുണ്ട്. അങ്ങനെ പിന്നെ കാണിക്കുന്നത് നമ്മുടെ ജിയോൻഹുനെയാണ്. അവനാവട്ടെ കൻഹാനെ കാത്തിരിക്കുകയാണ്. അങ്ങനെ അവള് വരുന്നു. ഇവർ രണ്ടുപേരും അങ്ങനെ കുറച്ച് റൊമാൻസ് ആയി സംസാരിച്ച് അവിടെ നിന്ന് പോകുന്നു. അങ്ങനെ അവർ ബസ്സിൽ പോകുന്ന സമയത്ത് കൻഹ ഒരു കാര്യം പറയുന്നുണ്ട്. അതായത് നമ്മുടെ ചോയിന്റെ അടുത്ത് അവന്റെ ബർത്ത്ഡേന്റെ കാര്യം പറഞ്ഞ കാര്യങ്ങളൊക്കെ അത് പറഞ്ഞതാവട്ടെ നാരിയാണെന്ന് കാര്യം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. നമ്മുടെ ജിയോൻഹു ആവട്ടെ മോത്ത് കഴിച്ചിട്ട് ഇനി എന്ത് കാട്ടുമെന്ന് പറഞ്ഞു നിൽക്കുകയാണ്. അങ്ങനെ സീങ്ങട്ടായി കാണിക്കുന്നത് നമ്മുടെ കൻഹാനെയാണ്. കൻഹ ആവട്ടെ അവളുടെ അമ്മായിക്ക് അവൾ നാഷണൽ ടീമിൽ എത്തിയ കാര്യം മെസ്സേജ് ചെയ്യുകയാണ്. അങ്ങനെ അവൾ ഫോൺ ബാക്ക് അടിക്കുന്ന സമയത്ത് കുറെ മിസ് കോൾ കാണുകയാണ്. അതായത് നമ്മുടെ ചോയാണ് അത്രയും മിസ് കോൾ അടിച്ചിരിക്കുന്നത്. അങ്ങനെ അത് നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് വേറൊരു മെസ്സേജ് വരുന്നു. അതായത് അവളുടെ അമ്മായി ഇന്ന് വീട്ടിലോട്ട് വരാൻ പറ്റത്തില്ല, ഡ്യൂട്ടി കഴിഞ്ഞിട്ടില്ല എന്നൊക്കെ പറയുന്നു. അപ്പൊ അവളാവട്ടെ രാവിലെ കണ്ട ആ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് കുറെ ഫുഡ് ഓർഡർ ചെയ്യും. എന്നിട്ട് നമ്മുടെ ജിയോൻഹുനെ വിളിക്കും. അവർ രണ്ടുപേരും കൂളായി ചില്ലായി ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്, അത് ഇതും പറഞ്ഞുകൊണ്ട്. പിന്നെ സീങ്ങട്ടായി കാണിക്കുന്നത് നമ്മുടെ ഹാൻജൂണിനെയാണ്. അവനാവട്ടെ എന്തോ ഓർഡറിന് എന്തോ സംഭവം നോക്കിയതിനു ശേഷം അവൻ ബാഗ് തുറന്നിട്ട് ചോയുടെ ലാപ്ടോപ്പ് എടുക്കുകയാണ്. എന്നിട്ട് ഇന്ന് അവൻ വിഷമിച്ച് പോയ കാര്യങ്ങളൊക്കെ ആലോചിച്ചിരിക്കുക. എന്നിട്ട് അവൻ ചോയ്ക്ക് മെസ്സേജ് അയക്കുന്ന സമയത്താണ് ആ ആപ്പിന്റെ ലിങ്ക് അവൻ ശ്രദ്ധിക്കുന്നത്. അപ്പോഴാണ് രാവിലെ മുതൽ നടന്ന കാര്യങ്ങളൊക്കെ അവൻ ആലോചിക്കുന്നത്. അവൻ ക്ലാസ്സിലെ ടോപ്പർ ആവുന്നു, പിന്നെ വിഷമിച്ച് പോകുന്നു, ഇതൊക്കെ അവൻ ആലോചിക്കുന്നു. എന്നിട്ട് ആ ആപ്പിന്റെ ലിങ്കിലോട്ട് ഞെക്കാൻ നിൽക്കുന്ന സമയത്ത് ഒരു കോള് വരുന്നു. അത് നമ്മുടെ കൻഹയായിരുന്നു. അവനാവട്ടെ ആ കോൾ എടുക്കാണ്ട് അവിടെ മാറ്റി വെക്കുകയാണ്. എന്നിട്ട് ചോയുടെ ലാപ്ടോപ്പ് എടുത്ത് നന്നാക്കാനായി പോവുകയാണ്. ഇതേ സമയം സീങ്ങട്ടായി കാണിക്കുന്നത് നമ്മുടെ കൻഹയെയും ജിയോൻഹുനെയാണ്. നമ്മുടെ കൻഹയാണെങ്കിൽ ചോയിനെയാണ് കോൾ ചെയ്യുന്നത്. അവനോട് എന്തിനാണ് വിളിച്ചത് എന്ന് ചോദിക്കുന്നു. അപ്പൊ നമ്മുടെ ചോയ് പറയുന്നു നീയാണ് ആദ്യം വിളിച്ചത് എന്ന്. അപ്പൊ നമ്മുടെ കൻഹ പറയുന്നുണ്ട് നീ പറയുന്ന സംസാരം എനിക്ക് മനസ്സിലാവുന്നില്ല, കുറച്ചുകൂടി ഒച്ചത്തിൽ പറയാൻ വേണ്ടിയിട്ട്. എന്നിട്ട് അവൻ ചോദിക്കുന്നുണ്ട് നിങ്ങൾ എന്റെ പാർട്ടിയിലോട്ട് വരത്തില്ലേ എന്ന്. അപ്പോൾ കൻഹ പറയുന്നു എനിക്ക് വരാൻ സാധിക്കത്തില്ല, കാര്യം എനിക്ക് സ്പോർട്സിന്റെ പ്രാക്ടീസസ് ഉണ്ട് എന്ന് പറയും. അപ്പൊ നമ്മുടെ ചോയ് ആവട്ടെ ഒന്നും ഉണ്ടാതെ കോള് കട്ട് ചെയ്യുകയാണ്. തിരിച്ച് കോൾ ചെയ്യുന്ന സമയത്താണെങ്കിലും കോൾ ആണെങ്കിലും എടുക്കുന്നില്ല. ഈ കാര്യം നമ്മുടെ ജിയോന്റെ അടുത്ത് പറയുന്നുണ്ട്. എന്നിട്ട് അവള് പറയുന്നു പ്രാക്ടീസ് മാറ്റി വെക്കാൻ വേണ്ടി പറഞ്ഞാലോ. അപ്പോൾ നമ്മുടെ ജിയോ ഒരു കാർഡ്ബോർഡില് അവന്റെ ഡേറ്റ് ഓഫ് ബർത്ത് എഴുതിയിട്ട് ഫോൺ എടുത്തിട്ട് രാവിലെ പറഞ്ഞ ആ ആപ്പിൽ നോക്കിയിട്ട് അവന്റെ ആഗ്രഹം പറയുന്നു. അതായത് അന്നത്തെ പരിശീലനം മാറ്റി വെക്കാൻ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിറ്റേ ദിവസത്തെ കാര്യമാണ് കാണിക്കുന്നത്. അന്നും ഇന്നലെ സംഭവിച്ചതുപോലെ തന്നെ മെസ്സേജ് അയക്കുന്നു, നമ്മുടെ ഓടി വരുന്നു, അതൊക്കെ തന്നെയാണ് സംഭവിക്കുന്നത്. ഇപ്രാവശ്യം നമ്മുടെ കൻഹയാവട്ടെ ഈ കാര്യമാവട്ടെ നമ്മുടെ ആ മാമൻ കറക്റ്റ് കാണുകയും ചെയ്യും. അപ്പൊ അയാളാവട്ടെ നടക്കട്ടെ പറ്റി ലിഫ്റ്റും പൂട്ടി പോവുകയാണ്. അങ്ങനെ സാധാരണ പോലെ തന്നെ ഇവര് സ്കൂളിലോട്ട് പോകുന്നു. ഇപ്രാവശ്യം ചോയ് വരുന്നില്ല കേട്ടോ ഇവരെ കൂടെ. അതായത് സാധാരണ ഇവര് നടക്കുന്നതിന്റെ ഇടയിൽ ചാടിക്കയറി വരുന്നില്ലേ, ഇപ്രാവശ്യം അവനെ കാണുന്നില്ല. അവനെ ക്ലാസ്സിലെത്തി ക്ലാസ് തുടങ്ങുന്നു. ക്ലാസ്സിലാവട്ടെ അവനുണ്ട്. അന്നത്തെ ദിവസമാണെങ്കിൽ ഞാരി വന്നിട്ടില്ല. അവിടെ ചോയ് ആണെങ്കിൽ ബെഞ്ചിലോട്ട് കിടന്നിട്ട് ഒരുമാതിരി രീതിയിലാണ് ഇരിക്കുന്നത്. ഈ സമയം നമ്മുടെ സാറ് പറയുന്നുണ്ട് രാത്രി ആരെങ്കിലും ഞാരയെ കണ്ടിട്ടുണ്ടോ എന്നൊക്കെ. നമ്മുടെ ചോയ് ആണെങ്കിൽ ഞാരി ഇരിക്കുന്ന ബെഞ്ചിലോട്ട് നോക്കിയിട്ട് ഒരുമാതിരിയായിട്ട് കിടക്കുകയാണ്. എന്നിട്ട് അവൻ നോക്കുന്ന സമയത്ത് അവന്റെ ഫോണിലാവട്ടെ വേറെ 2 മിനിറ്റ് കൗണ്ട് ഡൗൺ കാണിക്കുന്നു. അതായത് അവൻ പറഞ്ഞ ആപ്പിലെ കൗണ്ട് ഡൗൺ. അവനാവട്ടെ പേടിച്ച് വിറക്കുകയാണ് ഇതൊക്കെ കണ്ടിട്ട്. എടുത്തിരിക്കുന്ന ജിയോൻഹു എഴുന്നേൽക്കാൻ പറയുന്നുണ്ട്, പക്ഷെ അവനാണ് ഒരുമാതിരി രീതിയിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. പെട്ടെന്നുണ്ടാ എല്ലാരും ബേജാറായി അവന്റെ അടുത്തേക്ക് വരുന്ന സമയത്ത് പിന്നെ അവൻ പഴയ പോലെ നോർമൽ ആവുന്നു. പെട്ടെന്ന് അവൻ പേനയൊക്കെ ഇടുന്ന പൗച്ച് തുറന്നിട്ട് അതിൽ നിന്നൊരു ബ്ലേഡ് എടുക്കുന്നു. എടുത്തു നിൽക്കുന്ന എല്ലാവരും പേടിച്ച് മാറുന്നുണ്ട്. എന്നിട്ട് പെട്ടെന്നുണ്ടോ എന്നിട്ട് അവൻ അവന്റെ കൈ കഴുത്തിലോട്ട് കൊണ്ടുവന്ന സമയത്ത് കൻഹയുടെ നേരെ മരിക്കുക എന്ന് പറഞ്ഞിട്ട് നേരെ അവളുടെ നേരെ ചാടി വരികയാണ്. അവൾ ജസ്റ്റ് ഒന്ന് മാറിയത് കൊണ്ട് അവളുടെ മേത്ത് കത്തിക്കൊള്ളുന്നില്ല. പക്ഷെ അവർ രണ്ടുപേരും മടിച്ചിട്ട് വികുന്നുണ്ട്. അങ്ങനെ വികുന്ന സമയത്ത് നമ്മുടെ ചോയ് ആണെങ്കിൽ അവന്റെ കയ്യിലെ ഫോണിലെ കൗണ്ട് ഡൗൺ ആണ് നോക്കുന്നത്. എന്നിട്ട് ചോയ് സഹായിക്കുക എന്നൊക്കെ പറയുന്നുണ്ട്. പെട്ടെന്ന് അവൾ സ്വിച്ച് ഇട്ട പോലെ എഴുന്നേൽക്കുന്നു. എന്നിട്ട് ഒന്നും നോക്കാതെ കഴുത്ത് മുറിച്ച് മരിക്കുകയാണ്. ഇത് കണ്ട കൻഹക്കാവട്ടെ സഹിക്കാൻ പോലും പറ്റുന്നില്ല. അവള് കിടന്ന് അലറുകയാണ്.